നമുക്കൊരു സംഭവം ഉണ്ടാക്കാൻ പോവാം. അമൃതം പൊടി അടയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചക്കായപ്പോൾ നമുക്ക് ചെറിയ ഐഡിയ തോന്നിയതാണ്. അമൃതം പൊടി പ്ലസ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഇത് അമൃതം പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ കുഴച്ചതാട്ടോ. ഈ ഒരു സൈസിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ തേങ്ങ, ശർക്കര, ഇല, ഇത്രയും മാത്രം മതി. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാൻ പോകാം. ഞായറാഴ്ച എല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണെന്ന്. അല്ല കേട്ടോ, ഇതിൻ്റെ ബാക്കിൽ വല്യമ്മയാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം നമുക്ക് ആദ്യം കുഴച്ചെടുക്കും, അല്ല പരത്താനായിട്ട്. ഞായറാഴ്ചയായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണേ. മതിയാവില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. വല്യമ്മയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ റെഡി ആയതുകൊണ്ടും ഇഷ്ടമില്ലാത്തതും കാരണം ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി. കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. കണ്ടോ? നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഗൈസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ഒന്നുകൂടെ ചെയ്ത് കാണിക്കണം. ഇങ്ങനെ ഒരു ബോളാക്കിയിട്ട് ഇതെടുക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കിങ്ങനെ അയച്ചു കൊടുക്കാം. തേങ്ങ കൊടുക്കാം. സിമ്പിൾ പരിപാടി. മാവെടുക്കുക, പരത്തുക, തേങ്ങയുടെ ശർക്കരയുടെ മടക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുക്കു ഇപ്പോൾ ഉറങ്ങാണ് കേട്ടോ. കുക്കു ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു ഉറങ്ങി നീക്കുമ്പോഴേക്കും അവനിത് കാണിച്ചു കൊടുത്താൽ നല്ല സന്തോഷമാകും. അവൻ ഒറ്റയ്ക്ക് ഇത് കഴിക്കാറുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ചാച്ചക്കുട്ടൻ ഇതധികം കഴിക്കാറില്ല. ടേസ്റ്റൊക്കെ നോക്കാറുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ 4 മണിക്ക് കഴിക്കാൻ കുറഞ്ഞു കൊണ്ടുവന്നുണ്ട്. മടക്കിയെടുത്തു. ഓക്കെ, നമുക്ക് അങ്ങനെ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മളെല്ലാം പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഓക്കെ, ഗ്യാസ് കത്തിക്കാം. ചെമ്പില് വെള്ളമാക്കി വെച്ചു. തട്ട് വയ്ക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് വെക്കട്ടോ. ഇത് മൊത്തം ഫില്ല് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സൺഡേ ആയിട്ട് എന്തുണ്ടാക്കിയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. സെറ്റ്. നമുക്കിതൊരു 15 മിനിറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുറക്കാം.
ഇവിടെ അതായിട്ടുണ്ടാവും ഗൈസ്. നമുക്കത് അതെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇടാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാം. നല്ല രസമാവില്ലേ? പുറത്ത് നല്ല മഴ ഉണ്ട്. ഇനി ചായ ഉണ്ടാക്കണം. അല്ല, ചായക്ക് മുന്നിൽ ഇരിക്കും. നല്ല ചായക്ക് മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അമൃതം പൊടി ഇവിടെ സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.